ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 2024 മെയ് 4 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലത്തെ 40 GK ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ശരിയാണ്, 1 ശരിയാണ്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം ഇത് തെറ്റാണ്. വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം തെറ്റാണ്. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം ഇത് ശരിയാണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ്. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. ഈ വാഗ്ഭടാനന്ദൻ ജനിച്ചത് കണ്ണൂരിലെ പാട്യത്താണ്. 1885 അദ്ദേഹം ജനിക്കുന്നത്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വയലേരി കുഞ്ഞിക്കണ്ണൻ വാഗ്ഭടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. പ്രീതിഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. കാൺപൂരിൽ നാനാ സാഹിബാണ്. കാൺപൂരിലെ നാനാ സാഹിബ്. ബീഹാറിൽ കൻവർ സിംഗ്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. അപ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നത് 2B ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 കലാപത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. 1857 മെയ് 10 ഇത് നടക്കുന്നത്. ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. 1857 കലാപത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുന്നത്. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ പ്രസ്താവനകൾ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുന്നത്. INC സമ്മേളനങ്ങൾ തന്നിട്ടുണ്ട്. കറാച്ചി സമ്മേളനം, കൽക്കത്ത സമ്മേളനം, ലാഹോർ സമ്മേളനം, നാഗ്പൂർ സമ്മേളനം. ഏതാണ് ആൻസർ? ലാഹോർ സമ്മേളനമാണ്. ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ, ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ്. ഡി എല്ലാം ശരിയാണ്. അപ്പോൾ ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ജു രാജവംശം. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് ഈ മഞ്ജു രാജവംശം സ്വീകരിച്ചിട്ടുണ്ടായത്. ചൈനയിൽ കുറച്ച് രഹസ്യ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ 1900 ഒരു കലാപം സംഘടിപ്പിച്ചു. ആ കലാപമാണ് ബോക്സർ കലാപം. ബോക്സർ കലാപത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടിയാണ്. ഈ കലാപം എന്താണ്? ഒരു പരാജയമാണ്. പരാജയം ആയിക്കോട്ടെ, എന്നിരുന്നാലും പിൽക്കാലത്ത് ചൈനയിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾക്ക് ശക്തി പകരാൻ ഈ കലാപം കാരണമായി. 1900 ബോക്സർ കലാപം നടക്കുന്നത്. 1911 ചൈനീസ് വിപ്ലവം നടക്കുന്നത്. അപ്പോൾ സന്യാസനിൻ്റെ 3 ആശയങ്ങൾ ഓർത്തിരിക്കുക. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയതയിൽ പറയുന്നതാണ് എന്ത്?
മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, സോഷ്യലിസം മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നു. സന്യാസന്റെ 3 ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ഏത് വർഷമാണ്? 1776-ലാണ്. 1776-ലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. കറക്റ്റ് പറഞ്ഞാൽ 1776 ജൂലൈ 4. 1776 ജൂലൈ 4-നാണ്. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16-നാണ് ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ഡിസംബർ 16. പാരീസ് ഉടമ്പടി 1783-ലാണ്. 83 പാരീസ് ഉടമ്പടി 1783. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774. 74 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 74, 2 75, 3 76. 3 നടക്കുന്നത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നോക്കുക, സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നു. ആദ്യം നടന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് 1773. രണ്ടാമത് നടന്നത് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774. മൂന്നാമത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776. ലാസ്റ്റ് പാരീസ് ഉടമ്പടി 1783. അപ്പോൾ 5 ആൻസർ വരുന്നത് സി ആണ്. 5 സി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ്? ഉത്തരാഖണ്ഡാണ്. ആൻസർ ഉത്തരാഖണ്ഡാണ്. ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? ഓപ്ഷൻസ്: കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇവയേതുമല്ല. ആൻസർ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ്. ഓപ്ഷൻസ്: എൽനിനോ, പശ്ചിമ അസ്വസ്ഥത, കാൽബൈശാഖി. ഇവയേതുമല്ല. ആൻസർ പശ്ചിമ അസ്വസ്ഥതയാണ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. ഈ എൽനിനോ എന്താണ്? പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന ഒരു ഉഷ്ണജല പ്രവാഹമാണ് എൽനിനോ. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? നോക്കാം. ഏറ്റവും വലിയ എണ്ണപ്പാടം ഝാരിയയാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം ഝാരിയയാണ്. അത് തെറ്റാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടമല്ല, ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാരിയ. ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാരിയ. 1 തെറ്റാണ്. ഓർത്ത് വെക്കുക, ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാരിയ. ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡാണ്. അത് തെറ്റാണ്. സി, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ശരിയാണ്. സി ശരിയാണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാരിയ, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ആദ്യത്തെ കൽക്കരിപ്പാടം ചോദിച്ചാൽ അത് റാണിഗഞ്ചാണ്. ആദ്യത്തേത് റാണിഗഞ്ചാണ്. ഏറ്റവും വലുത് ഝാരിയയാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഏതാണ്? NW3 ആണല്ലേ. ദേശീയ ജലപാത 3 ആണ്. സി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ കൊല്ലം ടു കോട്ടപ്പുറം എന്നായിരുന്നു പണ്ട്. ഇപ്പം എന്താണ്? കൊല്ലം ടു കോഴിക്കോടാണ്. NW3 കൊല്ലം ടു കോഴിക്കോടാണ്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതാണ്? ഓപ്ഷൻസ്: പാലക്കാട്, ഇടുക്കി, കണ്ണൂർ, കൊല്ലം, എറണാകുളം, കോഴിക്കോട്. മേൽപ്പറഞ്ഞവയെല്ലാം ശരി. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് അല്ലേ. ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരുണ്ട്. സി, എറണാകുളം, കോഴിക്കോട് കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആൻസർ വരുന്നത് എ ആണ്. പാലക്കാടാണ് ശരിയായിട്ടുള്ള ആൻസർ. എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ പാലക്കാട്, ഇടുക്കിയാണ്.
ഓക്കെ, പാലക്കാട് ഇടുക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻസ്: ഇന്ത്യ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്. ഇവയേതുമല്ല. ആൻസർ വരുന്നത് സി ആണ്, ഫിൻലാൻഡ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡാണ്. അപ്പോൾ ഫിൻലാൻഡ് എന്താണ്, ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷമൊക്കെ ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 126 പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഇനി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 82. ഹാപ്പിനെസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ 126, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 82. ഇനി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 111. ബെലാറസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഇനി മാനവ വികസന സൂചിക 2023 റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 134 ഇന്ത്യയുടെ സ്ഥാനം. സ്വിറ്റ്സർലാൻഡാണ് ഒന്നാമത്. എല്ലാം കിട്ടിയല്ലോ, ഒന്നുകൂടെ പറയാം. സന്തോഷ സൂചിക 2024 റിപ്പോർട്ട് ഇന്ത്യയുടെ സ്ഥാനം 126, ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 82. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 2023 ഇന്ത്യയുടെ സ്ഥാനം 111, ബെലാറസ് ആണ് ഒന്നാമത്. ഇനി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മാനവ വികസന സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനം 134, സ്വിറ്റ്സർലാൻഡാണ് ഒന്നാമത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻസ്: സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. ആൻസർ വരുന്നത് ബി ആണ്, ആഗോളവൽക്കരണമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബി 2 മാത്രം. അപ്പോൾ ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പോളിസിയാണ് ന്യൂ എക്കണോമിക് പോളിസി. സമ്പദ്ഘടനയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക, തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ ലക്ഷ്യങ്ങൾ. ഈ ന്യൂ എക്കണോമിക് പോളിസിയെ 2 തിരിച്ചിട്ടുണ്ട്: സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ പരിഷ്കാരങ്ങളും. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആൻഡ് സ്ട്രക്ചറൽ റിഫോംസ് മെഷേഴ്സ്. അപ്പോൾ സുസ്ഥിരമാക്കൽ നടപടികൾ എന്ന് വെച്ചാൽ ഹ്രസ്വകാല നടപടികളാണ്, അതായത് കുറഞ്ഞ കാലയളവ് കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് സുസ്ഥിരമാക്കൽ നടപടികൾ. ഘടനാപരമായ പരിഷ്കാര നയങ്ങളാണെങ്കിൽ ദീർഘകാല നടപടികളാണ്. ഈ ഘടനാപരമായ പരിഷ്കാര നയങ്ങളിൽ അതിന് അനുസൃതമായിട്ട് ഗവൺമെൻറ് തുടങ്ങി വെച്ച നയങ്ങളാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് ഉദാരവൽക്കരണം. ഒന്നുകൂടെ പറയാം, 2 പരിഷ്കരണ നടപടികളുണ്ട്. ന്യൂ എക്കണോമിക് പോളിസീനെ 2 തിരിച്ചു. അതാണ് സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ പരിഷ്കരണങ്ങളും. സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ്, ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ദീർഘകാല നടപടികളാണ്. അതിൽ വരുന്നതാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് ഉദാരവൽക്കരണ നടപടികൾ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14, 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? ജവഹർലാൽ നെഹ്റു, PC മഹൽനോബിസ്, മുഖർജി, ജോൺ മത്തായി. ഓക്കെ, അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? PC മഹൽനോബിസിൻ്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആളാണ് PC മഹൽനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പിയാണ് PC മഹൽനോബിസ്. 1893 ഇദ്ദേഹം ജനിച്ചത്.
സാംഖ്യ എന്ന ജേണൽ ഇദ്ദേഹത്തിൻ്റെതാണ്. സാംഖ്യ അല്ലെങ്കിൽ സാംഖ്യകം ഒക്കെ തരും. സാംഖ്യ എന്ന ജേണൽ ഇദ്ദേഹത്തിൻ്റെതാണ്. 1946 ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ ഇദ്ദേഹം അംഗമായി. ഈ വർഷമൊക്കെ NCERT-യിലുള്ളതാണ്, പഠിച്ചു വെക്കണം. 1893 ജനിച്ചത്. സാംഖ്യ എന്ന ജേണൽ ഇദ്ദേഹത്തിൻ്റെതാണ്. 1946 ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അംഗമായി. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ചോദിച്ചാൽ അത് വിശ്വേശ്വരയ്യയാണ്, M വിശ്വേശ്വരയ്യ. അടുത്ത ക്വസ്റ്റ്യൻ, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. വൈസ് ചെയർമാൻ സുമൻ ബെറി. വൈസ് ചെയർമാൻ സുമൻ ബെറി. CEO BVR സുബ്രഹ്മണ്യം. CEO BVR സുബ്രഹ്മണ്യം. ഈ നീതി എന്നതിലെ NITI ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? മൈക്ക, പെട്രോളിയം, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്. ആൻസർ വരുന്നത് B, പെട്രോളിയമാണ്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സെബി, നബാർഡ്, IMF, വേൾഡ് ബാങ്ക്. ഏതാ ആൻസർ വരുന്നത്? സെബി ആണ്. സെബി. 17A ആണ് ആൻസർ. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സെബി. അപ്പോൾ നബാർഡ് ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ആസ്ഥാനം മുംബൈയാണ്. 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കൊണ്ടുവന്നതാണ് നബാർഡ്. 1982 ഇത് വരുന്നത്. 1982 ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് വരുന്നത്. ആസ്ഥാനം മുംബൈയാണ്. ആസ്ഥാനം മുംബൈയാണ്. ഈ IMF, വേൾഡ് ബാങ്ക് എന്താണ്? ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നതാണ് IMFും വേൾഡ് ബാങ്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് കോളേജ് വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം. ഇവയൊന്നുമല്ല. ഏതാണ്? C ആണ് ആൻസർ. സ്കൂൾ വിദ്യാഭ്യാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. പഞ്ചവത്സര പദ്ധതി, ലൈഫ് മിഷൻ പദ്ധതി, നീതി ആയോഗ്, അന്ത്യോദയ അന്നയോജന പദ്ധതി. അപ്പോൾ എന്താണ്? പാർപ്പിട സംവിധാനം ഒരുക്കുന്ന പദ്ധതി ആണ് ലൈഫ് മിഷൻ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ്? ഗോലക്നാഥ് കേസ്, മിനർവ മിൽ കേസ്, കേശവാനന്ദ ഭാരതി കേസ്, ബിരുബാറി കേസ്. ഏതാ ആൻസർ? കേശവാനന്ദ ഭാരതി കേസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോൾ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് പറഞ്ഞതാണ് കേശവാനന്ദ ഭാരതി കേസ് അല്ലേ? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞതാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 ഈ കേസ്, അതായത് ഈ സംഭവം നടക്കുന്നത് 1973. ഇനി ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് ബെരുബാറി കേസ്. ബെരുബാറി കേസ് 1960. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല പറഞ്ഞതാണ് ബെരുബാറി കേസ് 1960. ആണ് എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് 1973. ആണെന്ന് പറഞ്ഞത് ആനന്ദ, അങ്ങനെ ഓർക്കാം. ആണെന്ന് പറഞ്ഞത് ആനന്ദ. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് 1973. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഓപ്ഷൻസ് അശോക് മേത്ത കമ്മിറ്റി,
PK തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. ആൻസർ വരുന്നത് PK തുങ്കൻ കമ്മിറ്റിയാണ്. 1988 PK തുങ്കൻ കമ്മിറ്റി വരുന്നത്. 1988. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957. അശോക് മേത്ത കമ്മിറ്റി 1977. ഇനി മോത്തിലാൽ നെഹ്റു, സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവരാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യൻ പാർലമെൻറ്റ്, അതിർത്തി നിർണയ കമ്മീഷൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആൻസർ വരുന്നത് C ആണ്. C. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അതിർത്തി നിർണയ കമ്മീഷനാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ. ആൻസർ ഗവർണറാണ്. ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഗവർണറുടേതാണ്. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കുക. ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. കർണാടകം, ബീഹാർ, പശ്ചിമ ബംഗാൾ. C. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടകം. മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ള സംസ്ഥാനങ്ങൾ പഠിച്ചിരിക്കണം. ആന്ധ്രാപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ്. ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ്. അപ്പോൾ ഇതിലേതാ വരുന്നത്? മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. ഓപ്ഷൻ D ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് ഇദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, മിഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ, ഓൺ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് പേഴ്സണൽ പൊസിഷൻ, ട്രീറ്റി ഓൺ ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഏത് കൃതിയിലാണ് ഇദ്ദേഹം ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അവതരിപ്പിച്ചത്? ആൻസർ B ആണ്. മിഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. ആധുനിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു രീതിയാണ് ഇത്, ഹെയർ വ്യവസ്ഥ അല്ലെങ്കിൽ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ. ഹെയർ വ്യവസ്ഥ ഇംഗ്ലീഷുകാരനായ തോമസ് ഹെയറിൻ്റെ പേരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? തോമസ് ഹെയർ, ഹെയർ വ്യവസ്ഥ. 1851 മിഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയിൽ തോമസ് ഹെയർ ഈ വ്യവസ്ഥ നിർദ്ദേശിച്ചു. പിന്നീട് ദ എലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന കൃതിയിൽ ഈ വ്യവസ്ഥയെ വികസിപ്പിച്ചു. ആദ്യമായിട്ട് അവതരിപ്പിച്ചത് മിഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന കൃതിയിലാണ്. ശേഷം ഇത് വികസിപ്പിച്ചതാണ് ഇത് എലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. NCERT നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 20, സെപ്റ്റംബർ 21, സെപ്റ്റംബർ 27, സെപ്റ്റംബർ 28. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. അപ്പോൾ നാരി ശക്തി വന്ദൻ അധിനിയം എന്താണ്? വനിതാ സംവരണ ബില്ലാണ് അല്ലേ? 106 ഭേദഗതിയിലൂടെ വന്നതാണ് ഇത്. 128ാമത്തെ ബില്ലാണ്. 128ാമത്തെ ബില്ലാണ്. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ്. സെപ്റ്റംബർ 20 ലോക്സഭ പാസ്സാക്കുന്നത്. 2023 സെപ്റ്റംബർ 20 ലോക്സഭ പാസ്സാക്കുന്നു. സെപ്റ്റംബർ 21 രാജ്യസഭ പാസ്സാക്കുന്നു. സെപ്റ്റംബർ 28 രാഷ്ട്രപതി അംഗീകാരം നൽകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഡൽഹി പോലീസ്, CISF, CRPF, NSG. ആൻസർ B ആണ്. CISF ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ശരണ്യ, സ്വാന്തനം, നവജീവൻ, ആശ്വാസനിധി. നവജീവനാണ് ആൻസർ. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ.
അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ്? എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്? 29 എ ആണ് ആൻസർ. 22 രൂപയാണ്. അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം നോക്കണം. ഇപ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വേതനം 346 രൂപയാണ്. 346 രൂപയാണ്. മുൻപ് 333 രൂപയായിരുന്നു. ഇപ്പോൾ 13 രൂപയും കൂടെ കൂടിയിട്ട് 346 രൂപ ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഹരിയാന സംസ്ഥാനത്തുള്ളവർക്കാണ്. ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ഹരിയാന സംസ്ഥാനം 374 ആണ്. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ് ആൻഡ് നാഗാലാൻഡാണ്. അരുണാചൽ പ്രദേശും നാഗാലാൻഡും. അവിടെയൊക്കെ നാഗാണ്, പാമ്പാണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ആരും തൊഴിലിന് പോകുന്നില്ല. അതുകൊണ്ട് കൂലി കുറവാണെന്ന് ആലോചിച്ച് വെക്കുക. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ഏറ്റവും കുറവ്, ഏറ്റവും കൂടുതൽ ഹരിയാനയാണ്. ഓക്കെ, 346 രൂപയാണ് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? കുമാരഗുരുദേവൻ പൊയ്കയിൽ യോഹന്നാൻ അല്ലേ, പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ശ്രീ കുമാരഗുരുദേവനാണ്. അദ്ദേഹം ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: സമത്വ സമാജം, ആത്മവിദ്യാസംഘം, അരയ സമാജം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഏതാണ്? ഡി ആണ് ആൻസർ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? കെ കേളപ്പൻ, ചേറ്റൂർ ശങ്കരൻ നായർ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, വൈകുണ്ഠസ്വാമികൾ. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ചേറ്റൂർ ശങ്കരൻ നായരാണ്. അടുത്ത ക്വസ്റ്റ്യൻ 32. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. ഓപ്ഷൻസ്: തണ്ണീർത്തടവും ജൈവവൈവിധ്യവും, തണ്ണീർത്തടവും വെള്ളവും, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, തണ്ണീർത്തടവും കാലാവസ്ഥാ വ്യതിയാനവും. ആൻസർ ഏതാണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ്. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം, ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ്? ഓപ്ഷൻസ്: അനുച്ഛേദം 243H, 243E, 243B, 243A. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 243H. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243H. 243A ആണ് ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നത്. 243A ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നു. 243B പഞ്ചായത്ത് രൂപീകരണത്തെപ്പറ്റി പറയുന്നതാണ് 243B. 243E പഞ്ചായത്തിൻ്റെ കാലദൈർഘ്യം ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറയുന്നതാണ് 243E. ഒന്നും കൂടെ പറയാം. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും ഉള്ള അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ്? ആർട്ടിക്കിൾ 243H ആണ്. 243Aയിലാണ് ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നത്. 243B പഞ്ചായത്ത് രൂപീകരണം. 243E പഞ്ചായത്തുകളുടെ കാലദൈർഘ്യം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 243I. എന്താണ്? ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് 243I. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ആർദ്രം, ആരോഗ്യ കിരണം, സമഗ്ര, മൃതസഞ്ജീവനി. ആൻസർ വരുന്നത് ബി ആണ്, ആരോഗ്യ കിരണം.
ആർദ്ര എന്താണ്? കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഇതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മൃതസഞ്ജീവനി കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഇതിൻ്റെ ഗുഡ്വിൽ അംബാസഡർ മോഹൻലാലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ്? പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ്? ഓപ്ഷൻ കോഴിക്കോട്, വയനാട്, ബി വയനാട്, പാലക്കാട്, സി ഇടുക്കി, പത്തനംതിട്ട, ഡി കൊല്ലം, പത്തനംതിട്ട. ആൻസർ ഇടുക്കി, പത്തനംതിട്ടയാണ്. 35 സി ആണ് ആൻസർ. പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ്? ഇടുക്കി, പത്തനംതിട്ട. അടുത്ത ക്വസ്റ്റ്യൻ. രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെയാണ്? രോഗം കാരണം തന്നിട്ടുണ്ട്, നോക്കാം. നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. നിശാന്തത ശരിയാണ്. സിറോഫ്താൽമിയ, അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. ഇത് തെറ്റാണ്. 3 ഗ്ലോക്കോമ, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ്. ഗ്ലോക്കോമയും തെറ്റാണ്. ഇവിടെ എന്താ? സിറോഫ്താൽമിയയും ഗ്ലോക്കോമയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിട്ടാണ് ഉള്ളത്. നിശാന്തത മാത്രമാണ് ശരി. 1 മാത്രം ശരിയാണ്. 36 സി ആണ് ആൻസർ. സിറോഫ്താൽമിയ, നിശാന്തത. എന്താണ് സിറോഫ്താൽമിയ? വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഗ്ലോക്കോമ, അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ആൻസർ സി. ഇനി മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്. ആൻസർ ഡി ആണ്. 37 ഡി ഇരുമ്പാണ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഓപ്ഷൻസ് ലെപ്റ്റോസ്പൈറ, കോറിനി ബാക്ടീരിയ, എർസീനിയ പെസ്റ്റിസ്, ട്രിപ്പോണിമ പാലിഡം. ആൻസർ വരുന്നത് ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ലെപ്റ്റോസ്പൈറ. കൊറിനി ബാക്ടീരിയ എന്തിൻ്റെയാണ്? ഡിഫ്തീരിയയുടേതാണ്. അത് പറയുന്നത് തന്നെ കോറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയ എന്നാണ്. ഇവിടെ അത് മുറിച്ച് വെച്ചിട്ടുണ്ട്, മുറിച്ച് കളഞ്ഞു. കോറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയ എന്നാണ് പറയുന്നത്. ഡിഫ്തീരിയയുടെ രോഗകാരിയാണ്. ഇനി എഴ്സീനിയ പെസ്റ്റിസ്. എഴ്സീനിയ പെസ്റ്റിസ് പ്ലേഗിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവിയാണ് എഴ്സീനിയ പെസ്റ്റിസ്. ട്രിപ്പോണിമ പാലിഡം. ട്രിപ്പോണിമ പാലിഡം സിഫിലിസ് രോഗത്തിനുള്ള സൂക്ഷ്മജീവിയാണ്. സിഫിലിസ് രോഗത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവിയാണ് ട്രിപ്പോണിമ പാലിഡം. അടുത്ത ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? സാമൂഹിക ആരോഗ്യമാണ് എൻ്റെ ആരോഗ്യം, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, എല്ലാവർക്കും ആരോഗ്യം, വ്യക്തി ശുചിത്വം പ്രധാനം. ആൻസർ 2024 പ്രമേയം വരുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഓപ്ഷൻ സി എന്താണ്? 2023 തീമാണ്. എല്ലാവർക്കും ആരോഗ്യം എന്നത് 2023 തീമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? എംഫസിമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ജീവിതശൈലി രോഗങ്ങൾ ഏതാണ്? എംഫസിമയും ഫാറ്റി ലിവറുമാണ് ആൻസർ. 40A ആണ് ആൻസർ. എംഫസിമ, ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നതാണ് എന്ത്? ഫാറ്റി ലിവർ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്താണ്? ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഹീമോഫീലിയയുടെ മറ്റു പേരുകളാണ് രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് രോഗം എന്നൊക്കെ. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. ഓക്സിജന്റെ കുറവ് മൂലം RBC അരിവാൾ പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. ഓക്സിജന്റെ കുറവ് മൂലം RBC അരിവാൾ പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലെ വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 40 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു.